ആരാണ് എന്റെ കൂടെ വന്നേക്കെന്ന് അറിയാവാ? ഒരാടാറ് ടീമാണ്. ആടാർന്ന് പറഞ്ഞാ പോരാ, ഒന്നൊന്നര ഒരു പൊളിറ്റീഷ്യന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോ പോകാൻ പോണത്. മറ്റാരുമല്ല, ശ്രീ PC ജോർജ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോ ഹോം ടൂർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് പോയാലോ? ജോർജ് സാറാണോ വരണേ, ചേച്ചിയാണോ വരണേ, അതോ വേറെ ആരെങ്കിലും ആയിരിക്കോ? ആരായിരിക്കും നമ്മളിങ്ങനെ കോളിംഗ് ബെൽ അടിച്ചാൽ വരാൻ? നമുക്ക് നോക്കാം. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഹലോ, മൈക്ക് വെക്കാം. ആദ്യം മൈക്ക് വെച്ചോളൂ, എന്നിട്ട് സംസാരിക്കാം. ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. സ്ഥിരം പരിപാടിയാണല്ലോ. ഹലോ, ഇത് വെറും തുടക്കമാണ്, ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങള് വീട് കാണാൻ എത്തിയ ആൾക്കാരാണ്. അതെ, ഇവിടെ വീട് കാണാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. ജോർജ് ഏട്ടന്റെ ഒക്കെ വീട് എങ്ങനെയായിരിക്കും? എന്റെ അമ്മേ, തുടക്കം ഫ്ലാറ്റ് ഡയലോഗ്. അപ്പൊ ആ ചെറിയ വീടും ഉറങ്ങുന്ന സ്ഥലവും ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും വീടും പരിസരവും ഒക്കെ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിട്ടാണ്. നമുക്ക് ആദ്യം ഇതൊക്കെ എന്തൊക്കെയാ സംഭവങ്ങൾ? എന്തൊക്കെയാ ജോർജ് ചേട്ടാ? ഈ വീട് വെച്ചിട്ട് എത്ര വർഷമായി? ഇത് ഞാൻ വെച്ചല്ല, എന്റെ അപ്പം വെച്ചതാണ്. 96-ലാണ് ഞാൻ വെക്കുന്നത്. അപ്പം ജോർജ് ചേട്ടൻ അത് നന്നായി. ഫുൾ ജോർജ് ചേട്ടന് കിട്ടിയ ജോർജ് ചേട്ടന്റെ മീറ്റിംഗ് ചെല്ലുമ്പോ ഓരോ മൊമെന്റോ തരും. ഏത് കിട്ടിയത് പഞ്ചാബിൽ ചെന്നപ്പോ? ഈ ചെറുത്? ആ ചെറുതല്ല, മുഴുവൻ. ഇത് മുഴുവനോ? ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്നു. അതെല്ലാം നല്ല വാളാണ്. ഇതെല്ലാം എല്ലാം ഇതിന്റെ മൂർച്ച നോക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടോ? അയ്യോ, എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ്. പേനാക്കത്തി മുതൽ പഴയ പോർച്ചുഗീസ് ഗറില്ലകൾ ഉപയോഗിക്കുന്ന പോർച്ചക്കത്തി വരെ ഉണ്ട്. അരിവാൾ, കാർലോൺ. അത് ശരി. ഇതൊന്ന് പിടിച്ച് ജോർജ് ചേട്ടനൊന്ന് നിന്നെ കാണട്ടെ. എന്റെ അടുത്തേക്ക് മാത്രം വെക്കണ്ട, അരിഞ്ഞു പോവും. അപ്പൊ കള്ളന്മാരൊന്നും ഒരു കാലത്തും ഈ ഏരിയയിലേക്ക് അടുക്ക പോലും ഇല്ല. അടുക്കല് അച്ഛന്റെ സ്വഭാവം. അച്ഛൻ വയസ്സ് 70 കഴിഞ്ഞു, പലയിടത്തും അടഞ്ഞൊതുങ്ങിയിരിക്കാതെ ഇപ്പോഴും. എന്റെ അമ്മേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. സിനിമയിലെ കണ്ടിട്ടുള്ളൂ. എന്താ വെയിറ്റ്? കാണുമ്പോ ഇത്രേ ഉള്ളൂ, വളരെ ചെറുതാന്ന് വിചാരിക്കും, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ സംഭവം. എന്റെ അമ്മേ, ഇനി അവനൊരു AK-47 മേടിച്ചു കൊടുത്തിട്ട് ചത്താ മതി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. PC ജോർജ് എന്ന് നമ്മൾ എല്ലാവരും വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വ്യക്തി, സ്നേഹിക്കുന്ന നമ്മുടെ റൂമാണ്. നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. ഇവിടെ ഇരുന്നാണ് ഇവിടെ നിന്ന ഉമ്മറത്ത് ആരൊക്കെ വന്നു, എന്തൊക്കെ വന്നു, എല്ലാം അറിയാം. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ മിസ്സസ് PC ജോർജ്, ഉഷ ചേച്ചിയുടെ റൂമാണ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. സത്യത്തിൽ ഡൈനിങ് ഇല്ല, നമുക്ക് ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഈ വീടിനുള്ള ഏക പ്രശ്നം വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഇവിടെ അടുക്കളയില് ലഞ്ചിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ? ബീഫും ഒക്കെ വെക്കണ്ടല്ലോ. ഉഷ ചേച്ചി ഇവിടെ നിന്ന് കുക്ക് ചെയ്യോ അവിടെയും പോവോ? അയ്യോ, അത് എന്തൊരു പാടാണ് ഈശ്വര. അപ്പൊ ഇവിടെ കുക്ക് ചെയ്യണമെങ്കിൽ എത്ര സ്ഥലങ്ങളാണ് ഓടി നടന്ന കുക്ക് ചെയ്യണേ? ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. ഭക്ഷണകാലത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ ഈ നാട്ടിൽ? എന്താണെന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഇതെങ്ങനെ പിടിക്കുന്നതിന് പൊസിഷൻ ഒക്കെ ഉണ്ടല്ലോ. ലെഫ്റ്റ് ഹാൻഡ് എവിടെ വെക്കണം? ഓക്കെ. നല്ല ആവശ്യമുണ്ടോ ബാലു ഈ വിവരമില്ലായ്മ എഴുന്നള്ളി? പുറകോട്ട് പോവും. ഓക്കെ. ഓക്കെ. തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ആനകളുണ്ട് ഇവിടെ, കുറെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ വാളും സംഭവങ്ങളൊക്കെ. അതെന്താ ഈ ജോർജ് ഏട്ടൻ ഇത്ര അധികം വാളൊക്കെ ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യണേ? ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഞാൻ വാളിന്റെ പ്രിയനാന്ന് അറിയാവുന്നോണ്ട്
എന്ത് വെറുപ്പിക്കല ഭയങ്കര വീട്ടിലാണല്ലോ ക്ക് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇതേ നല്ല രീതിയിൽ തന്നെ PC ജോർജ് എന്ന് പറഞ്ഞ താങ്കൾക്ക് പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. ഇറങ്ങി പോന്നോ അതോ ഞാൻ ഇറക്കി വിടണോ? ഇറങ്ങി പോ അതായിരിക്കും നല്ലത്. എന്നല്ലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?